മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഓർമ്മയിലാണ് ഇന്ന് മലയാളക്കര. ഉറ്റവരെ ഉരുളെടുത്തതിന്റെ ഒരാണ്ട് തികയുന്ന ദിനമാണിന്ന്. അന്ന് ആ വലിയ ദുരന്തത്തിന് പിന്നാലെ ഉറ്റവരെ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. ചെളി പുതഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് ഉറ്റവരെ തിരയുന്നത് ഹൃദയഭേദകമായിരുന്നു. അത്തരത്തിൽ 100-ലേറെ പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ ഒരു ആശാപ്രവർത്തകയുണ്ട്, ഷൈജ ബേബി. തിരിച്ചറിഞ്ഞവയിൽ സ്വന്തം ബന്ധുക്കളായി 9 പേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നും നടുക്കം മാറിയിട്ടില്ല ഷൈജയ്ക്ക്. ഷൈജ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സ്വാഗതം ന്യൂസ് 3യിലേക്ക്. എല്ലാവർക്കും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഓർമ്മകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. എങ്ങനെയാണ് ഈ ദിവസത്തെ ഓർക്കുക എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാമെങ്കിലും അത്രയധികം ധൈര്യം കാണിച്ച ഒരു സമയമായിരുന്നു അത്. നമുക്ക് ഒരു മരണം പോലും, അടുത്ത ബന്ധുക്കളുടെ അല്ലെങ്കിൽ അടുത്ത ആളുകളുടെ ഒരു മരണം പോലും താങ്ങാനാകാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പക്ഷെ അത്രത്തോളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അവിടെ അവർക്കൊപ്പം നിൽക്കേണ്ടി വന്നു. എന്താണ് പറയാനുള്ളത്? മോർച്ചറിയിലെ സേവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ദുരന്തം നടന്ന സ്ഥലത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ പ്രവർത്തിക്കാനുണ്ടാകും. അതുപോലെ തന്നെയാണ് അവിടെ തുടങ്ങുന്ന ക്യാമ്പുകളിലും. പക്ഷേ മോർച്ചറി എന്നുള്ളത് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി തന്നെയാണ് രാവിലെ എഴുന്നേറ്റ പാട് ആ ഒരു മോർച്ചറിയിലേക്ക് എത്തുന്നത്. അവിടെ എത്തി 11 ദിവസമാണ് എൻ്റെ സേവനം ആ മോർച്ചറിയിൽ ഉണ്ടായത്. തീർച്ചയായിട്ടും അന്ന് സംസാരിക്കുമ്പോൾ 7-ാം ദിനമൊക്കെ താങ്കളോട് സംസാരിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോഴും നിരവധി പേരെ തിരിച്ചറിയാനുണ്ടായിരുന്നു. താങ്കളോട് ഇതെങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഓരോരുത്തരെയും എനിക്ക് അടുത്തറിയാമായിരുന്നു എന്ന മറുപടിയാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഓരോ തിരിച്ചറിയലും അത്രത്തോളം വേദന ഉണ്ടാക്കുന്നതുമായിരുന്നല്ലോ? തീർച്ചയായിട്ടും ഞാൻ ജീവിച്ചു വന്ന ഒരു ജീവിത സാഹചര്യമുണ്ട്. ആ സമയത്തൊക്കെ എന്നെ ചേർത്ത് പിടിച്ച ആളുകളാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ എന്ന് പറയുന്നത്. 2015 മുതൽ 2020 വരെ മുണ്ടക്കയിലെ വാർഡ് മെമ്പറും മേപ്പാടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. അതുപോലെ തന്നെ 2008 മുതൽ 2022 ഒക്ടോബർ വരെ മുണ്ടക്കയിലെ ആശാപ്രവർത്തകയായിരുന്നു, കുടുംബശ്രീ പ്രവർത്തകയായിരുന്നു. ഈ ഒരു മേഖലകളിലൊക്കെ തന്നെ അവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അവിടുത്തെ ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം ആളുകളുടെ, ഇപ്പം നമുക്കറിയാം, ആ ഒരു ലാൻഡ് സ്ലൈഡിൽ പൂർണ്ണമായ ബോഡികൾ എന്ന് പറയുന്നത് വളരെ വിരളമായിരുന്നു. ഓരോരുത്തരുടെ മൃതശരീര ഭാഗങ്ങൾ മുന്നിലെത്തുമ്പോഴും അവരുടെ ഓരോ അടയാളങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ ബന്ധുക്കൾക്ക് ആ മൃതദേഹം തിരിച്ചറിഞ്ഞു കൊടുത്തത്. വേറൊന്നുമല്ല, നമ്മളെ ചേർത്ത് പിടിച്ച ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിച്ച ആളുകളൊക്കെ തന്നെ ആ ഒരു വലിയ ദുരന്തത്തിന് ഇരയായി എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് ആ മോർച്ചറിയിലെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ആ ദുരന്ത മേഖലയിൽ നിന്നും കാണാതായ ആളുകളുടെ ബന്ധുക്കളൊക്കെ തന്നെ മോർച്ചറിൻ്റെ ചുറ്റുമായി നിൽക്കുന്നത് കണ്ടു. അതിനുശേഷം വരുന്ന ബോഡികൾ, അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിലും തിരിച്ചറിയാതിരിക്കുന്നതും കണ്ടു. ആ സമയത്ത് ഞാൻ ആ ബോഡിയിലേക്കൊന്ന് നോക്കിയ സമയത്ത് ആ ബോഡി ആരുതാന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ ബന്ധുക്കളെ വിളിച്ച് അവരെ ബോഡി അവർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഉച്ചയോടടുക്കുന്നു. മൃതദേഹങ്ങൾ ഒരുപാട് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അന്നത്തെ എൻ്റെ സഹമെമ്പറായിരുന്ന 12-ാം വാർഡ് മെമ്പർ സീനത്തിനെയും കൂടെ സഹായത്തിന് വിളിച്ചു. അന്ന് വൈകിട്ട് മൃതദേഹം തിരച്ചിൽ നിർത്തിയതോടുകൂടി തന്നെ ക്യാമ്പുകൾ സന്ദർശിക്കുകയുണ്ടായി. അവിടുന്ന് തിരിച്ച് വീടുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നിരവധി ഫോൺ കോളുകൾ വന്നു. ഷൈജേച്ചി രാവിലെ മോർച്ചറിയിൽ ഉണ്ടാവില്ലേ? ആ ഒരു ചോദ്യം എന്നെ ഒരുപാട് തളർത്തി. പിന്നെ എനിക്ക് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി, എൻ്റെ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ കാര്യം അതാണ് എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരാളും അൺനോണായി പോകരുത് എന്നുള്ളത് കൊണ്ടും കൂടെയാണ് ആ മോർച്ചറിയിൽ സേവനം അനുഷ്ഠിച്ചത്. ഷൈജയുടെ വീട് ശരിക്കും ചൂരൽമലയിലായിരുന്നു അല്ലേ? വിവാഹം കഴിഞ്ഞാണ് മുണ്ടക്കൈയിലേക്ക് പോകുന്നത്. അവിടെ എത്തി പിന്നീടുള്ള മക്കളെ വളർത്തുന്നതും ഒക്കെയുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള ആളുകൾ, നാട്ടുകാർ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ നമുക്ക് ലഭിച്ച മൃതദേഹം എന്ന് പറയാൻ പോലും പറ്റാത്ത, പൂർണ്ണമായും ഇല്ലാതെ വിരലുകളും കൈകളും ഒക്കെ ആയിരുന്നു. പലതും തിരിച്ചറിയാൻ കഴിയാത്തപ്പോഴും എനിക്ക് തോന്നുന്നു മോതിരം കണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കണ്ടൊക്കെ താങ്കൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു
പ്രവർത്തക അത്രമേൽ അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കും ബോധ്യമാവുകയായിരുന്നു. എപ്പോഴെങ്കിലും സ്വയമേ തെരഞ്ഞെടുത്താണ് മോർച്ചറിയിലേക്ക് ആദ്യം പോയത്. എപ്പോഴെങ്കിലും അയ്യോ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് മനസ്സ് തളർന്നുപോയ ഘട്ടങ്ങളുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് മോർച്ചറിയിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അവിടെ എത്തുന്ന ഓരോരുത്തരുടെ രൂപം കാണുന്ന സമയത്ത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ഓർണമെൻറ്റ്സോ മുടിയോ നഖോ വിരലോ ക്യൂട്ടക്സോ ഇങ്ങനെയുള്ള ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്. അവിടുത്തെ ആളുകളായിട്ട് നമ്മളൊരു ഹായ് പറഞ്ഞു പോകുന്ന ബന്ധത്തിനപ്പുറം അവിടെ നമുക്ക് ഏത് സമയം കയറിപ്പോകാനും എല്ലാവരോടും ഇടപെടാനും ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞത്. പിന്നെ അവിടെ എത്തിയിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ആ രൂപത്തിൽ മുൻപിലെത്തുമ്പോൾ ഉണ്ടായൊരു സങ്കടം, ആ സങ്കടമൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ എൻ്റെ സേവനം അവിടെ ചെയ്യാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞത്. പിന്നെയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 32ഓളം പേരെ പിന്നെയും തിരിച്ചറിയാനുണ്ടായിരുന്നു. നമ്മൾ കണ്ടെടുത്ത 298 പേര് മരിച്ചുവെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. ഇങ്ങനെ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, പലയിടത്തായി ചിതറിപ്പോയവ. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത്? അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന കുടുംബം, അവിടെയുള്ള ആളുകളുടെ മരണം ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു അനുഭവം എന്തായിരുന്നു? അല്ല, അവിടെ ഉള്ള മരിച്ച ആളുകളൊക്കെ തന്നെ എൻ്റെ വേണ്ടപ്പെട്ടവരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിത സാഹചര്യം എന്നെ ചേർത്ത് പിടിച്ചൊരു നാട്ടുകാരാണ് അവിടെ ഞാൻ പിന്നീട് ഇലക്ഷന് മത്സരിക്കുന്നു, ജയിക്കുന്നു, ഓരോ വാർഡ് മെമ്പറായി മാറുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി തന്നൊരു ജനങ്ങളും കൂടെയാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ തന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. ഏറ്റവും ഹൃദയഭേദകമായ അവസ്ഥ എന്ന് പറയുന്നത്, എല്ലാവരുടെ മരണത്തിൽ വിഷമമുണ്ടെങ്കിലും ഗർഭിണികളെയും കുഞ്ഞു കുട്ടികളെയും പ്രായമായ ആളുകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഗർഭപാത്രമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതൊക്കെ നമ്മളെ ഒരുപാട് മാനസികമായി തകർത്തിയൊരു നിമിഷമായിരുന്നു. തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ കാണുമ്പോൾ പോലും നമുക്ക് താങ്ങാനാകുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പ്രവർത്തിച്ചവരുടെ കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളമായിരുന്നു ആ മനസ്സിൻ്റെ വേദന എന്നുള്ളത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ആളുകൾ മാനസികമായിട്ട് അവരുടെയൊക്കെ ഒരു തിരിച്ചുവരവ് ഈ 1 വർഷം കഴിയുമ്പോഴും അത് സാധ്യമായോ? ഒരിക്കലും പൂർണ്ണമായിട്ട് അത് സാധ്യമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു വീട്ടിൽ രക്ഷിതാക്കൾ തന്നെയാവുന്നു, മക്കൾ തന്നെയാകുന്നു. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരൻ നഷ്ടപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഉള്ളൊരു കുടുംബങ്ങളുടെ ഇല്ലാത്ത എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏകദേശം എല്ലാ കുടുംബങ്ങളിലും നഷ്ടങ്ങളുടെ വലിയൊരു കണക്ക് തന്നെയുണ്ട്. പൂർണ്ണമായിട്ടൊരിക്കലും അവർ തിരിച്ചു വന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അവർക്ക് ഇനിയും സത്യത്തിൽ അവരുടെ ജീവിതം നമ്മളെല്ലാവരും കൂടി കൊടുക്കേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാനാകുന്നില്ല, ഒപ്പം ഉണ്ടായിരുന്നതെല്ലാം ഒലിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇനി തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹായം വേണം, സർക്കാരിൻ്റെ സഹായം വേണം. ആ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഇഴയുന്നതിൽ അവിടെയുള്ളവർക്ക് വലിയ വേദനയുണ്ട്. എങ്ങനെയാണത് സംസാരിക്കുന്നത്? അവരുടെ വാക്കുകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് എൻ്റെ നാട്ടുകാരൊക്കെ അതിജീവിച്ച് വന്നത്. സർക്കാരിൻ്റെ സഹായം നമുക്കറിയാം, ദുരന്ത മേഖലയിൽ തുടങ്ങി ഏറ്റവും നല്ല സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, താൽക്കാലിക പുനരധിവാസം, അതുപോലെ തന്നെ അടിയന്തര ധനസഹായം, ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിനപത്ത എന്നുള്ള നിലയിൽ 9,000 രൂപ, അതുപോലെ വീടിൻ്റെ വാടക, 6 മാസം ഗ്യാസ് കണക്ഷൻ ഫ്രീ, 6 മാസം കറണ്ട് ബില്ല് ഫ്രീ, ഇങ്ങനെയുള്ള താൽക്കാലിക പുനരധിവാസ സംവിധാനങ്ങളൊക്കെ സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടപ്പാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷമം എന്ന് പറയുന്നത് ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം 1 വർഷമാകുമ്പോഴും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അവിടെയും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായത് നമുക്കറിയാം. കാരണം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റുകൾ 2 തവണ കേസിന് പോയി. അതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ടൗൺഷിപ്പ് പുറകിലേക്ക് പോയത്. എന്തായാലും ഏപ്രിൽ 22 പണി തുടങ്ങിയ മാതൃകാ വീടിൻ്റെ പണി ഇന്നലത്തോടെ
അവസാനിച്ചിട്ടുണ്ട്. ബാക്കിയും ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് സർക്കാർ നമുക്ക് ആ വീട് തരും തന്നെയാണ് നമ്മളെ ഇതുവരെയുള്ള വിശ്വാസം. ശരി. ഈ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഒരുപാട് പിന്നെയും മുന്നോട്ട് പോകേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഇതിൻ്റെ പേരിൽ സ്വീകരിച്ച ആ പുരസ്കാരം, കേരളശ്രീ പുരസ്കാരം, അതും നിറഞ്ഞ മനസ്സോടെ ആയിരിക്കില്ല, അല്ലെങ്കിൽ വേദനയോടെ ആയിരിക്കും ആ ഒരു പുരസ്കാരം താങ്കൾ ഏറ്റുവാങ്ങിയത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു കേരളശ്രീ പുരസ്കാരം പോലത്തെ ഒരു പുരസ്കാരം കിട്ടുക എന്ന് വെച്ചാൽ എന്നെ പോലത്തെ ഒരാൾക്കത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. പക്ഷേ നമ്മളെ ആ ഒരു പുരസ്കാരം തേടി വന്ന സാഹചര്യം, നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മളെ ബന്ധുക്കാരും കൂട്ടുകാരും സുഹൃത്തുക്കളോടൊപ്പം എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ആ ഒരു പുരസ്കാരം നമ്മളെ തേടി വന്നത്. പക്ഷേ അതിൽ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദുരന്തം നടന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുകയാണെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പറയാമോ? ഷൈ ചേച്ചി അവിടെ തന്നെ വേണമെന്നൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ സ്ഥലം മാറിയാണ് പ്രവർത്തനം. അപ്പോൾ ആ രീതി എങ്ങനെയാണ്? നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആളുകളോട് നേരത്തെ പറഞ്ഞു, ഒന്ന് കൈവീശി കാണിച്ചു പോകുന്ന ഒരു പ്രവർത്തന രീതിയല്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ പൊതുപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരുപാട് ആശ്രയിക്കുന്ന ആളായി കാണുമല്ലോ, അവരുടെ അടുത്ത് നിന്ന്, ഏറ്റവും അടുത്ത് നിന്ന്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ വീട് മതിയെന്ന് ഞാൻ പറയാനുള്ള കാരണം. സംഘടനകളുടെ കൂടെ പോകാനൊന്നും താല്പര്യമില്ലാതിരുന്നതും എൻ്റെ ആളുകളെ കൂടെ താമസിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ പ്രവർത്തന മേഖല മാറി എന്നുള്ളത്, ഇപ്പോഴും മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശമില്ല, അല്ലെങ്കിൽ ചൂരൽമല പകുതിയോളമില്ല. ആ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണല്ലോ താമസിക്കുന്നത്. പക്ഷേ മിക്ക ആളുകളെയും കാണാറുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ അവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റവും അവർക്ക് ഈ ഒരു വർഷമാകുമ്പോഴും അവരുടെ ഒരു ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം നമ്മൾ കണ്ടു, ഒരുപാട് കുട്ടികൾക്ക് രക്ഷിതാക്കളെ നഷ്ടമായിട്ടുണ്ട്. അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ വളർത്തുന്ന ചെറിയ മക്കളുണ്ട്. തീർച്ചയായിട്ടും. ഒന്നെന്ന് പറയുന്നത്, അതൊരു ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു എസ്റ്റേറ്റ് മേഖലയായിരുന്നു. തോട്ടം തൊഴിലാളികളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ. തോട്ടം തൊഴിലാളികൾ, ക്ഷീരകർഷകർ, അതുപോലെ മറ്റ് ചെറുകിട തോട്ടങ്ങളിൽ, ഏലത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലൊക്കെ പണിക്ക് പോകുന്ന ആളുകളായിരുന്നു ആ പ്രദേശത്ത് കൂടുതലുള്ള ആളുകളും. അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടു. അവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയി. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം കൂടെ ഒരുക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും മാറി താമസിക്കാതെ അവിടെ തന്നെ താമസിക്കേണ്ടി വന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊരു LP സ്കൂൾ പോലും ഇല്ലാതെ അവിടുത്തെ ചെറിയ കുട്ടികളൊക്കെ തന്നെ സ്കൂളുകളിൽ 13 കിലോമീറ്റർ ദൂരം താണ്ടി വരേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഒരു കയ്യിനൊരു മുറി പറ്റിയാൽ പോലും മേപ്പാടിയിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉടനെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സന്നദ്ധ സംഘടനകളുടെ ഒരു വലിയ ഒഴുക്ക് നമ്മൾ അവിടേക്ക് കണ്ടിരുന്നു. നമ്മുടെ പ്രളയ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ സമയത്ത് ഒരുപാട് ആളുകൾ സഹായത്തിനായി എത്തിയിരുന്നു. അവരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നോ? അവരുടെ സഹായങ്ങളൊക്കെ ലഭിച്ചിരുന്നോ? അവരിപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നവരുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായിട്ടും സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായം സർക്കാരിൻ്റെ സഹായത്തിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ ആളുകൾക്ക് സന്നദ്ധ സംഘടനകളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ മുൻപോട്ട് പോയതും. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വയനാട് ജില്ലയുടെ 4 ഭാഗത്തും ആളുകളായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം അന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തേക്ക് വരികയും എല്ലാവരെയും ഒരു സ്ഥലത്ത് വിളിച്ച് കൂട്ടുകയൊക്കെ ചെയ്തതുകൊണ്ട് നമുക്കറിയാം സന്നദ്ധ സംഘടനകൾ എത്രമാത്രം ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് ഇപ്പോഴത്തെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല.
തീർച്ചയായിട്ടും താങ്കളോട് താങ്കൾക്ക് വീട് വെച്ച് നൽകാനും സഹായിക്കാനും ഒക്കെ ഒരുപാട് പേര് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒറ്റയ്ക്കായിട്ടൊരു അങ്ങനൊരു കാര്യം വേണ്ട എന്ന് വെച്ച് അവിടെ കൂടി ഒരു മാതൃക കാട്ടിയിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ. എന്താ മക്കള് കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? എനിക്ക് 2 മക്കളാണ്. മോള് കല്യാണം കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്നുണ്ട്. മോനും കല്യാണം കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. മോൻ ജോലീൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോഴിക്കോടാണ്. ആഴ്ചയിലൊരു ദിവസം വീട്ടിൽ വരും. പിന്നെ എൻ്റെ അച്ഛനമ്മ, ആങ്ങള, ഭാര്യ, മക്കൾ, ഇതൊക്കെ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ ഉരുൾപൊട്ടലിന് ശേഷം ഓരോ ഭാഗത്തായി എന്നുള്ളതാണ് നമുക്കൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന വേറൊരു കാര്യം. ശരി, എന്തായാലും ഞങ്ങൾ ഈ സമയത്ത് അത് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും അവർക്ക് ഇനിയും സഹായം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അധികാരികളുടെ മുന്നിൽ നമ്മൾ പല കാര്യങ്ങളും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണമെന്നുള്ളതാണ്. താങ്കൾ അതിന് എത്തിയതിന് വളരെയധികം നന്ദി. ഇനിയും ഒരുപാട് പ്രവർത്തിക്കാനാകട്ടെ ആ മേഖലയിൽ. എല്ലാവിധ ആശംസകളും.